മാറ്റം വീഡിയോ അധികാരത്തിൽ വരും. ട്രാപ്പിലാക്കിയ ഡോളർ ശരി ആ സംഭവം തന്നെ. നീമ്പോളി കലക്കി ഫസ്റ്റ് ഹാഫ് കൂടെ സെക്കൻഡ് ഹാഫ് കൊള്ളാം. വരാൻ തന്നാ മതി. ഇഷ്ടമായി. നല്ല അങ്ങനെ ഇലക്ഷനെ ബാധിക്കുന്നതല്ല. അല്ല 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 ശരി. ഏകദേശം അത് തന്നെയാണ്. അല്ല അത് ഇലക്ഷനും ബാധിക്കും കുറച്ചൊക്കെ. കുഴപ്പമില്ല, നല്ല അഭിനയം. പടം സിനിമയിലെ ട്രailer കാണിക്കുന്ന പോലെ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം തന്നെയാണ്. പക്ഷേ സിനിമയിൽ റിയൽ ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ടില്ല കാണിക്കുന്നത്. എന്നാലും നമുക്ക് ഉമ്മൻചാണ്ടിയുടെ ലൈഫ് ഫീൽ ചെയ്യും ഉമ്മൻചാണ്ടിയെ അറിയുന്നവർക്ക്. കല്ലേറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉമ്മൻചാണ്ടിയുടെ സത്യസന്ധത, അദ്ദേഹം ഒരു നീതിമാനായിരുന്നു എന്നുള്ളത് ജനത്തിന് സിനിമയെ പറയാതെ തന്നെ ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് അതിനേക്കാളൊക്കെ ഉപരി ഈ ജനങ്ങളുടെ നാവായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെ പ്രിവിലേജ് ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം. ആ കാലഘട്ടത്തിൻ്റെ ആ ഒരു സ്വഭാവം, അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മരംമുറി ചാനലുകൾ പോലുള്ള ചാനലുകളുടെ കാപഠ്യം എടുത്തു കാണിക്കുന്നു. ഏതൊരു വ്യക്തിയും വലിച്ചു കീറുന്ന ആ ഒരു നികൃഷ്ട മാധ്യമധർമ്മത്തെ തുറന്നു കാണിക്കുന്ന സിനിമയും ആണെന്നും കൂടി പറയാം. പിന്നെ ഇതൊരു പ്രൊപ്പഗണ്ട സിനിമ എന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രൊപ്പഗണ്ടയാണെങ്കിൽ ഇത് വ്യക്തമായിട്ട് ഇടതുപക്ഷത്തെ എയിം ചെയ്തിട്ടായിരിക്കണം. പക്ഷെ ഇതിനകത്ത് ഏത് രീതിയിലാവാം പക്ഷെ അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാവുന്ന കാര്യം. പക്ഷേ കാരണം കേരളത്തിലെ ജനങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊപ്പഗണ്ട സിനിമയ്ക്ക് വേണ്ടി അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ അല്ല. പിന്നെ ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് AI പോലുള്ള സാങ്കേതിക വിദ്യ കൊണ്ട് ഏക സിവിൽ കോഡ് പോലെയുള്ള നിയമങ്ങളിലൂടെ ഫാസിസം അടിച്ചേൽപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ എന്തൊക്കെ അടിച്ചേൽപ്പിച്ചാലും അത്തരം അടിച്ചേൽപ്പിക്കലുകളിനെ ചെറുത്ത് നിൽക്കാൻ ഇന്ത്യയിൽ അത്യാവശ്യം കഴിവുള്ള ബോധമുള്ള ബുദ്ധിയുള്ള ഒരു ജനത അത് കേരളീയരാണെന്നുള്ള രീതി ഈ സിനിമയ്ക്കകത്ത് തന്നെ പറയുന്നുണ്ട് ഒരു സന്ദർഭത്തിൽ. അപ്പം മലയാളികൾക്ക് ഇതൊരു പ്രൊപ്പഗണ്ടയാണോന്നില്ല, പക്ഷെ യുക്തിയുള്ളവർക്ക് കാര്യം മനസ്സിലാവും. കുഴപ്പമില്ല. ഉമ്മൻചാണ്ടിയുടെ കഥ അത് അവർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇലക്ഷൻ്റെ അതിൻ്റെ ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിനെയൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല. കോർപ്പറേറ്റുകളാണ് ഇതുകൊണ്ടാക്കിയത് എന്നാണ് പറഞ്ഞത്. കോർപ്പറേറ്റുകൾ ഉണ്ടാക്കിയത് അത് വിശ്വസിക്കാൻ പറ്റില്ല. ഏതാണ്ട് അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ നല്ല സിനിമ. ഉമ്മൻചാണ്ടിയുടെ കഥയെന്ന് പറയാൻ പറ്റില്ല. ഉമ്മൻചാണ്ടിയുടെ സ്വഭാവത്തെ പ്രതികരിച്ചുകൊണ്ടുള്ള കഥാപാത്രത്തെ ചിത്രീകരിച്ചു എന്നല്ലാതെ ഉമ്മൻചാണ്ടിയുടെ ഇതെന്ന് പറയാൻ പറ്റില്ല. മാധ്യമങ്ങളെ വിമർശിക്കുന്നു. ഇന്നത്തെ യാഥാർത്ഥ്യം കാണിച്ചിട്ടുണ്ട്. മാധ്യമവും രാഷ്ട്രീയവും തമ്മിലുള്ള അവിഹിതമായ ബന്ധത്തെ സൂക്ഷ്മമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.